നമ്മൾ വീട്ടമ്മമാർ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ഓട്ടപ്പാച്ചിലാണ്. മക്കൾക്ക് ചോറ് കൊടുത്തു വിടണം, ഭർത്താവിന് ലഞ്ച് ബോക്സ് റെഡിയാക്കണം, വീട് വൃത്തിയാക്കണം. ഇതിനിടയിൽ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട്. മക്കൾക്ക് പച്ചക്കറി നിർബന്ധിച്ചു കൊടുക്കുന്ന നമ്മൾ പലപ്പോഴും മിച്ചം വരുന്ന ആഹാരം കഴിച്ച് വിശപ്പടക്കും. പക്ഷേ ഓർക്കുക, ഒരു വീടിൻ്റെ എഞ്ചിൻ നിങ്ങളാണ്. എഞ്ചിൻ കേടായാൽ വീട് മുഴുവൻ നിലച്ചു പോകും. അതുകൊണ്ട് ഇന്ന് നമുക്ക് വീട്ടമ്മമാരുടെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷീണം തോന്നുന്നത്? വൈകുന്നേരം ആകുമ്പോഴേക്കും വല്ലാത്ത തളർച്ച തോന്നാറുണ്ടോ? അതല്ലെങ്കിൽ പടികൾ കയറുമ്പോൾ മുട്ടുവേദന? ഇത് വെറും പ്രായത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ 3 കാര്യങ്ങളുടെ കുറവാണ്. അയൺ, കാൽസ്യം, പ്രോട്ടീൻ. ഇതെല്ലാം ഉൾപ്പെടുന്ന ഭക്ഷണമാണോ നിങ്ങൾ ഡെയിലി ബേസിൽ കഴിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മിച്ചം വരുന്നത് കഴിക്കുന്ന ശീലം പണ്ട് മുതൽക്കേ നമ്മൾ വീട്ടമ്മമാർക്കുള്ളതാണ്. കൃത്യമായ അളവിൽ പോഷകമുള്ള ആഹാരം വേണം കഴിക്കാൻ. ചായ കുടിക്കുന്നത് കുറച്ച് പകരം ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്. പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കുന്നതിന് പകരം ധാരാളം തോരനും പച്ചക്കറികളും ഉൾപ്പെടുത്തും. ഒരു മുട്ടയെങ്കിലും ദിവസം കഴിക്കണേ. നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ കാണുന്ന ബേക്കറി, ബിസ്ക്കറ്റോ വടയോ കഴിക്കുന്നതിന് പകരം കുറച്ച് നിലക്കടലയോ വറുത്ത കടലയോ അല്ലെങ്കിൽ പഴമോ കഴിക്കാം. നമ്മുടെ ആരോഗ്യം നോക്കുന്നത് സ്വാർത്ഥതയല്ല, അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള കരുതലാണ്. നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാലേ കുടുംബവും സന്തോഷത്തോടെ ഇരിക്കും. നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വെൽനസ് കോച്ച് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം.